പില്ല. പില്ല എന്ന് വെച്ചാൽ നായ്ക്കുട്ടി. കവിത എഴുതിയത് സഫ്ദർ ഹാഷ്മി. ആദ്യത്തെ വരി നോക്കാം. നീതു കാധ പില്ല ഏക്. നീതു കാധ പില്ല ഏക്. പില്ല എന്ന് വെച്ചാൽ നായ്ക്കുട്ടി. ഏക് പില്ല ഒരു നായ്ക്കുട്ടി. നീതുവിന് ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ധ എന്ന് വെച്ചാൽ എന്തായിരുന്നു. നീതു ക ഏക് പില്ലാത. നീതുവിന് ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയേം അനേക്. ബദൻ പേ എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ. ബദൻ ശരീരം. ബദൻ പേ ശരീരം മുഴുവൻ. ഉസ്കെ അതിന്. രുയേം എന്ന് വെച്ചാൽ രോമങ്ങൾ. അനേക് ധാരാളം. അതിന് ശരീരം മുഴുവൻ ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്. ചോട്ടി എന്ന് വെച്ചാൽ ചെറിയ. ടാങ്കേം എന്ന് വെച്ചാൽ കാലുകൾ. ചെറിയ കാലുകളും. ലംബി നീളമുള്ള. പൂഞ്ച് എന്ന് വെച്ചാൽ വാല്. നീളമുള്ള വാലും അതിനുണ്ടായിരുന്നു. ഭൂരി ധാടി കാലി മൂഞ്ച്. ഭൂര എന്ന് വെച്ചാൽ ബ്രൗൺ കളറാണ്. ധാടി എന്ന് വെച്ചാൽ രോമം. അതിനെന്തുണ്ടായിരുന്നു. ബ്രൗൺ കളറിലുള്ള രോമങ്ങളായിരുന്നു. പിന്നെ കാലി. കാല എന്ന് വെച്ചാൽ കറുപ്പ്. കാലി മൂച്ച്. മൂഞ്ച് എന്ന് വെച്ചാൽ താടി. കറുത്ത താടിയും ബ്രൗൺ കളറിലുള്ള രോമങ്ങളും അതിനുണ്ടായിരുന്നു. മക്കി സേ വഹ് ലഡ്താത. മക്കി എന്ന് വെച്ചാൽ ഈച്ച. മക്കി സേ ഈച്ചയോട്. വഹ് അത്. ലഡ്താത പോരാടുമായിരുന്നു. അതായത് ഈച്ചയോട് അത് പോരാടുമായിരുന്നു. ഘടേ ഘടേ ഗിർ പടുത്താത. ഘട എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് അർത്ഥം. ഗിർന വീഴുക. അപ്പം എന്താ ഘടേ ഘടേ ഗിർ പടുത്താത എന്ന് വെച്ചാൽ എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ അത് വീഴാറുണ്ടായിരുന്നു. അത്രയ്ക്കും ചെറിയ നായ്ക്കുട്ടി ആയതുകൊണ്ട് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ വീണു പോകാറുണ്ടായിരുന്നു. അത്രയാണ് നമ്മുടെ കവിത.